ഹലോ, ശിവോഹൻ ചിന്നു ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമ്പനയിലിൽ കണ്ട ശനിയാഴ്ച വ്രതത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. സാധാരണയായി ശിവോഹൻ ചിന്നു ചാനലിൽ ഷോർട്ട് വീഡിയോ ആണല്ലേ പുലർക്കാലം 3 മണിക്ക് അപ്ലോഡ് ചെയ്യാറുള്ളത്. അതിന് വിപരീതമായി ഇന്ന് ലോങ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്, കുറച്ച് സമയം അധികം പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷോർട്ട് വീഡിയോ ലിമിറ്റ് 3 മിനിറ്റാണ്. അതിനുള്ളിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ലോങ് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ പ്രേക്ഷകരും ക്ഷമിക്കണം. എന്നാലും സമയം കുറിച്ച് അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി മുതൽ നമ്മുടെ ചാനലിൽ ഓരോ ദിവസവും അനുഷ്ഠിക്കേണ്ട വ്രതാനുഷ്ഠാനങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇതുപോലെ ഇടയ്ക്ക് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണണം. ഇനി ശനിയാഴ്ച വ്രതത്തെക്കുറിച്ച് പറഞ്ഞു തരാം. ശനിദശക്കാലം എല്ലാവർക്കും കടുത്ത ദോഷങ്ങളെ പ്രദാനം ചെയ്യുന്നതായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നതല്ലേ. ശനി തന്നെ 7ര ശനി, കണ്ടകശനി, അഷ്ടമശനി എന്നിങ്ങനെ പല പേരുകളിലും പറയപ്പെടുന്നു. ശനിപ്പിഴ മൂലം മനുഷ്യന് നേരിടേണ്ടി വരുന്ന വിപത്തുകൾ നിരവധിയാണ്. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാകാതെ വരിക, സ്ത്രീകൾ മുഖേന പല പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരിക, ചിലവ് കൂടുക, രോഗബാധ, ആരോഗ്യഹാനി, അലച്ചിൽ, കുടുംബഛിദ്രം എന്നു തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ആ വക ദോഷശാന്തിക്കായി ശനീശ്വരനെ പ്രസന്നനാക്കണം. ശനിയാഴ്ച ശനീശ്വരൻ്റെ നാളാണ്. അന്ന് വ്രതാനുഷ്ഠാനത്തോട് ശനീശ്വരനെ ആരാധിക്കുകയാണ് വേണ്ടത്. ശ്രീ ധർമ്മശാസ്താവിനെ ആരാധിക്കുന്നതും ശ്രീ ഹനുമാൻ സ്വാമിയെ സേവിക്കുന്നതും നവഗ്രഹമൂർത്തികളെ പൂജിച്ച് പ്രസന്നരാക്കുന്നതും ശനിദോഷ ശാന്തിക്ക് ഉത്തമമാണ്. ഇനി വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് പറഞ്ഞു തരാം. ശനിയാഴ്ച ദിവസം അതിരാവിലെ എഴുന്നേറ്റ് സ്നാനം ചെയ്യുക എന്നതാണ് ആദ്യ പടി. അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ കുളിക്കാൻ ശ്രമിച്ചോളൂ. ഇനി അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉദയത്തിന് മുൻപ് കുളിക്കാൻ ശ്രമിക്കണം. ഏത് നോമ്പായാലും ഉദയത്തിന് മുൻപ് കുളിക്കാൻ ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഉദയം മുതലാണല്ലോ നമ്മൾ ഉപവാസം എടുക്കാറുള്ളത്. അപ്പോൾ ഉദയത്തിൻ്റെ മുൻപ് കുളിച്ചിരിക്കണം. കലണ്ടറിൽ നോക്കിയാൽ മനസ്സിലാവും ഉദയത്തിൻ്റെ സമയം. ഓരോ ദിവസവും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 1 മിനിറ്റിൻ്റെ 2 മിനിറ്റിൻ്റെ ഒക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നോക്കി തിട്ടപ്പെടുത്തുക. അതിരാവിലെ കുളിച്ചതിന് ശേഷം, അതായത് ഉദയത്തിന് മുൻപ് അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്ത സമയത്ത് കുളിച്ചതിന് ശേഷം ശ്രീ ധർമ്മശാസ്താവിനെ നല്ലപോലെ ധ്യാനിച്ച് കറുത്ത വസ്ത്രം ധരിച്ച്, അതല്ലെങ്കിൽ നീല വസ്ത്രം ധരിച്ചോളൂ. ഇനി അതുമല്ലെങ്കിൽ അലക്കി തേച്ച വസ്ത്രം ധരിച്ചോളൂ. കോടിയല്ല അലക്കി തേച്ച വസ്ത്രമായിരിക്കണം. കറുപ്പായാലും നീലയായാലും മറ്റുള്ള വസ്ത്രമായാലും ധരിക്കേണ്ടത്. അതിനുശേഷം സമീപത്തുള്ള ശാസ്താ ക്ഷേത്രത്തിലോ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലോ നവഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിലോ ദർശനം ചെയ്ത് വന്ദിച്ച് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കണം. ശാസ്താവിന് എള്ളുതിരി കത്തിക്കുകയും എള്ളു ചേർന്ന പായസം നിവേദിക്കുകയും ഒക്കെ ആവാം. നീരാഞ്ജനം ചെയ്യുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ്. മാത്രമല്ല ശനീശ്വര മന്ത്രം ജപിക്കാവുന്നതാണ്. ശനീശ്വര മന്ത്രം എളുപ്പത്തിൽ ജപിക്കാവുന്നത് നമ്മുടെ ചാനലിൽ നിരവധി തവണ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് നോക്കിക്കോളൂ. ശനിയാഴ്ച വ്രതം ഒരിക്കലൂണായിട്ടും അനുഷ്ഠിക്കാവുന്നതാണ്. അതായത് ഉച്ചയ്ക്ക് മാത്രം ഉണക്കല്ലരിച്ചോറ് കഴിച്ച് കാലത്തും വൈകിട്ടും ലഘുപാനീയങ്ങൾ, അതായത് ഇളനീരോ പഴങ്ങളോ ഒക്കെ കഴിച്ചിട്ട് ഉപവാസം എടുക്കാം. ഇനി അതല്ലെങ്കിൽ പൂർണ്ണ ഉപവാസം എടുക്കാം. അന്നപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്ധ്യാസമയത്ത് കുളിച്ച് ശുദ്ധമായി വീണ്ടും ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്നും ഭഗവാന് നിവേദിച്ച നേദ്യം നമ്മൾ കഴിച്ചിട്ട് ഉപവാസം അവസാനിപ്പിക്കാവുന്നതുമാണ്. ശനി ദശക്കാലത്തെ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി നിത്യവും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായി 1 ഉരുള ചോറെടുത്ത് ശനീശ്വരനെ സങ്കല്പിച്ച് കാക്കയ്ക്ക് നൽകുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. കറുത്ത ഒരു കഷ്ണം തുണിയിൽ എള്ളെടുത്ത് കിഴി പോലെ കെട്ടി നാളികേര മുറിയിൽ നല്ലെണ്ണയൊഴിച്ച് എള്ളുതിരി സ്വന്തം ഭവനത്തിൽ സന്ധ്യയ്ക്ക് തെളിയിച്ച ശേഷം ശ്രീ ധർമ്മശാസ്താവിനെ സ്മരിച്ച് ശരണം വിളിക്കുന്നതും ദോഷത്തിന് പ്രതിവിധിയാണെന്നും പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്താൽ മതി. ഇനി അതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ക്ഷേത്രം സന്ദർശിച്ച് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്താലും മതിയാകൂട്ടോ. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ശനിദശക്കാലം അനുഭവിക്കുന്നവർ ശനിയാഴ്ച ദിവസം കാലത്ത് 6 മണിക്കും 7 മണിക്കും ഇടയിൽ ചോറും എള്ളും കലർത്തി 8 ഉരുളകളാക്കി കാക്കയ്ക്ക് നൽകുന്നതും ശനിപ്പിഴയ്ക്ക് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഹനുമാൻ സ്വാമിക്ക് വെണ്ണ, അവൽ എന്നിവ നിവേദിച്ച് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഗ്രഹപ്പിഴകൾക്ക് ശാന്തിയേകും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അരയാൽ പ്രദക്ഷിണം ചെയ്യുന്നത് നല്ലതാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലതാണ്. ശനിയാഴ്ച ദിവസം എന്തെങ്കിലും സാധനങ്ങൾ ആർക്കെങ്കിലും ദാനം ചെയ്യുന്നതും ഉത്തമമാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ശനിയാഴ്ച വ്രതത്തെക്കുറിച്ച് പറയാനുള്ളത്. ശനിദോഷം അനുഭവിക്കുന്നവരാണെങ്കിൽ സാധ്യമാകുമെങ്കിൽ വ്രതം അനുഷ്ഠിച്ചോളൂ. എല്ലാതും അടിച്ചേൽപ്പിക്കുകയില്ല. കാരണം എല്ലാവർക്കും വ്രതം അനുഷ്ഠിക്കാനൊന്നും പറ്റണം എന്നില്ല. ഇനി അതൊന്നും കഴിയാത്തവരാണെങ്കിൽ ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ച് മന്ത്രങ്ങൾ ഉരുവിട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശിവോഹൻ ചിന്നു ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. എല്ലാവരുടെയും ശനിദോഷങ്ങൾ ശനീശ്വര ഭഗവാൻ തീർത്തു നൽകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. താങ്ക്